പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഈ ചുറ്റുവട്ടത്തുള്ള ചില ദിവസങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ പലരും എന്നോട് പറഞ്ഞ ഒരു സംശയം ഞാൻ നിങ്ങളുമായി അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ചർച്ചിന് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ആവശ്യമാണ്. കാരണം ഒരു ക്രിസ്തീയ ഗണത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖ ശനിയാഴ്ച എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും മനുഷ്യർ ദുഃഖിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടിട്ട് പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ദേവദാസനെ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? നമ്മുടെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള വെളിച്ചമില്ല. അവര് പാരമ്പര്യത്തെ ഫോളോ ചെയ്യുന്ന ഒരു തലമാണ് കാണുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ഇതിന്റെ സത്യ സന്ദേശം ഒന്ന് അറിയിക്കാമോ എന്ന് ചോദിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. ഈ സന്ദേശത്തിന്റെ ടൈറ്റിലാണ് ദുഃഖവെള്ളിയും ഗുഡ് ഫ്രൈഡേയും. Dear brothers, today I would like to discuss a question which came from people in my neighborhood quite a lot, and it was regarding what they see among other Christians, the traditions among other Christians. Basically, the other Christians were fasting and being sad on Good Friday and then sad Saturday as well. And in this regard, they ask, dear brother, dear servant of God, what is the true message according to the Bible with regards to how we should keep this? And it is in this regard that today's message is about. The title of today's message is Sad Friday and Good Friday. സഹോദരങ്ങളെ, ഇനി ഒരു പ്രാക്ടിക്കൽ ഭാഗത്തേക്ക് നമുക്ക് പോകും. ഇപ്പോൾ നിങ്ങൾ ആ സ്പിരിച്വൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല എങ്കിലും പ്രാർത്ഥനയോട് വീണ്ടും കേൾക്കുക, അത് മനസ്സിലാൻ ദൈവം സഹായിക്കും. ഇതാ ദുഃഖിക്കാനുള്ള രണ്ട് പോസിബിലിറ്റീസ് കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ഒന്ന്, നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരിച്ച് നമ്മൾ ദുഃഖിക്കും, അല്ലെ? ഇത് യേശു ക്രിസ്തു മരിച്ചു എന്ന വിവരം ഒരാൾക്ക് അറിയാം, പക്ഷെ ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം അറിയത്തില്ല എങ്കിൽ അയാൾ ദുഃഖിക്കും. എന്നോടൊപ്പം പറഞ്ഞേ, യേശു ക്രിസ്തു മരിച്ചെന്ന് അറിയാം, പക്ഷെ ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളവർ ദുഃഖിക്കും. ഞാൻ ചിന്തിക്കട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അപ്പൻ മരിച്ചു, എല്ലാവരും കരഞ്ഞു, എല്ലാവരും വളരെ സങ്കടപ്പെട്ടു. അദ്ദേഹത്തെ അടക്കാനായിട്ട് സങ്കല്പമാണ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരം അനങ്ങി. തലേദിവസം മരിച്ചതാ, കൺഫേം ചെയ്തതാ. പിറ്റേ ദിവസം ശവമടക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരം അനങ്ങി, അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ ആ ദിവസം ആ വ്യക്തി മരിച്ചു. അടക്കാൻ വേണ്ടി പിറ്റേ ദിവസം ആ വ്യക്തി മരിച്ചെന്ന് ചിന്തിച്ച ആള് എഴുന്നേറ്റു. അടുത്ത കൊല്ലം ആ മരിച്ച ഡേറ്റ് വന്നാൽ നിങ്ങൾക്ക് കരയാൻ പറ്റുമോ? അവനവനോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ അപ്പൻ മരിച്ച ഡേറ്റ് വന്നാൽ നിങ്ങൾക്ക് കരയാൻ പറ്റുമോ? കരയാൻ പറ്റും. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾക്ക് ഒന്നേ അറിയുള്ളൂ, നിങ്ങളുടെ അപ്പൻ മരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞ് ജീവൻ കിട്ടിയ കാര്യം അറിയത്തില്ല എങ്കിൽ നിങ്ങൾ. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ അപ്പൻ ജീവൻ കിട്ടി തിരികെ വന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണ് നിങ്ങൾക്ക് കരയാനായിട്ട് പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. പകരം നിങ്ങൾക്ക് ആ ദിവസം, മരിച്ച ദിവസത്തെ ഓർക്കാൻ പറ്റും. എന്റെ അപ്പൻ കഴിഞ്ഞ വർഷം ഇതേ സമയമായപ്പോ മരിച്ചു പോയതാണ്, പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ എന്റെ അപ്പൻ ജീവങ്കിലേക്ക് തിരികെ വന്നു എന്ന് നിങ്ങൾ ഓർക്കും. പക്ഷെ നിങ്ങൾക്ക് ദുഃഖിക്കാൻ അവിടെ കഴിയില്ല. കാരണം അപ്പൻ അവിടെ ചാരുകസേരയിൽ ഇരുന്ന് മലയാളം പേപ്പർ വായിക്കുക. ആ സമയം നിങ്ങൾ ഇപ്പുറത്ത് ഇരുന്ന് എങ്ങനെ കരയും, ഇപ്പൊ മരിച്ചുപോയി എന്ന്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്നേക്കും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാനിതാ എന്നേക്കും ജീവിക്കുന്നു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ കൂടെ യേശു ഇരിക്കുമ്പോ എന്റെ യേശു എന്ന് പറഞ്ഞു ദുഃഖിക്കാൻ യഥാർത്ഥ വിശ്വാസിക്ക് കഴിയുമെങ്കിൽ ദുഃഖിക്കും. Dear brothers, let me also highlight another scenario. One, in a regular house, the only reason a person you will mourn a person's death, assume, say, God forbid, say one of your relatives, or if your father died, and only reason you would mourn his death is if you know that he died and you don't know about his resurrection. Say, assume that one day your father died, and in a couple of days later you are going for the funeral, and while you are taking the body for the funeral, there was a movement and he woke up again. So in that case, a year later, when you are in the same day that he died, would you really be sad that day? Because you would be sad if you did not know that he had risen back up a couple of days later. But
normally you won't be sad because you will remember that day as the day when your father died, but you won't be sad because your father will be in the other room reading a newspaper, and you cannot be sad that day. So in this regard, I would like to point out that our Lord Jesus has also resurrected, as our Lord Jesus himself says that I'll be with you forever. I was dead, but now I live forever. So as since our Lord Jesus is himself with us, how can we be sad on Good Friday? യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ദുഃഖിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒന്നാമത്തേത് യേശു മരിച്ചുപോയി, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തേത് യേശുക്രിസ്തുവിന്റെ മരണം എനിക്ക് എന്തൊക്കെ ഗുണം ഉണ്ടാക്കി എന്ന് അറിയാത്തത് കൊണ്ടാണ് ഒരു കൂട്ടർ ഇങ്ങനെ ദുഃഖിക്കുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ യേശുവിന്റെ മരണത്തിൽ നമുക്ക് ധാരാളം ബെനിഫിറ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 5 ബെനിഫിറ്റ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദുഃഖിക്കാം. So from the previous 2 examples, I have given you the example of a group of people who are sad at Jesus' death because they know that Jesus has died, but they don't know that Jesus has resurrected and he's still alive. So that is one group of people who are sad at this in Good Friday. The another group of people who are sad are people who does not realize the amount of benefits that we receive as a result of our Lord Jesus' death. To those people, I would like to today speak about 5 benefits, massive benefits that we receive from our Lord Jesus' death, and then let them decide whether they want to be sad or happy or not be sad that day. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഈ ശബ്ദ കാഴ്ചവതിയിലായിരിക്കുന്ന ഏവർക്കും വന്ദനം അറിയിക്കുകയാണ്. സ്വർഗീയ പിതാവ് ക്രിസ്തേശ്വരൂടെ നമുക്ക് തരുന്ന ജീവനും സമാധാനവും ഐശ്വര്യവും സത്യവചനവും സമൃദ്ധമായി നിങ്ങൾ വാഴുവാൻ ഇടയാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone listening via this audio-visual medium. May the peace, life, prosperity, and the good word that the Heavenly Father gives to us through our Lord Jesus Christ, may that reign abundantly in your life. ദൈവം നിങ്ങളുടെ ഏവരുടെയും ഹൃദയങ്ങളെ തുറക്കട്ടെ. ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വചനം വീഴട്ടെ, അതവിടെ വളരട്ടെ. അത് ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം 100 മേനി ഫലം കൊടുക്കട്ടെ എന്ന് ഞാൻ സ്വർഗീയ പിതാവിനോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. May your hearts be opened. May the word of God be sown in your hearts. May it sprout and may it grow to give 100 times fruit. And may I pray to Heavenly Father that this happen. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഈ ചുറ്റുവട്ടത്തുള്ള ചില ദിവസങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ പലരും എന്നോട് പറഞ്ഞ ഒരു സംശയം ഞാൻ നിങ്ങളുമായി അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ചർച്ചിന് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ആവശ്യമാണ്. കാരണം ഒരു ക്രിസ്തീയ ഗണത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖ ശനിയാഴ്ച എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും മനുഷ്യർ ദുഃഖിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടിട്ട് പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ദേവദാസനെ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? നമ്മുടെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള വെളിച്ചമില്ല. അവര് പാരമ്പര്യത്തെ ഫോളോ ചെയ്യുന്ന ഒരു തലമാണ് കാണുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ഇതിന്റെ സത്യ സന്ദേശം ഒന്ന് അറിയിക്കാമോ എന്ന് ചോദിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. ഈ സന്ദേശത്തിന്റെ ടൈറ്റിലാണ് ദുഃഖവെള്ളിയും ഗുഡ് ഫ്രൈഡേയും. Dear brothers, today I would like to discuss a question which came from people in my neighborhood quite a lot, and it was regarding what they see among other Christians, the traditions among other Christians
basically the other Christians were fasting and being sad on Good Friday, and then the sad Saturday as well. And in this regard, they ask, dear brother, what is the, dear servant of God, what is the true message according to the Bible with regards to how we should keep this? And it is in this regard that today's message is about. The title of today's message is Sad Friday and Good Friday. അത് കേൾക്കുമ്പോൾ തന്നെ ഒരല്പസ്വല്പം ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്ക് ഇതിന്റെ ഒരു വിരോധാഭാസം ഫീൽ ചെയ്യും. ഇതെന്താണ് മലയാളത്തിൽ ദുഃഖവെള്ളിയും എന്നാൽ ഇംഗ്ലീഷിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വെള്ളിയും, അതായത് ഗുഡ് ഫ്രൈഡേയും, ഇത് തമ്മിൽ ഒന്ന് ചേരുന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഒരു മനുഷ്യൻ ഉണ്ടാകുവാൻ, അല്ല സാധാരണ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, ഞാൻ എല്ലാരെ കുറിച്ചും അല്ല പറയുന്നത്, ചിന്തിക്കുന്ന ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കും വേണ്ടിയാണ് ഈ സന്ദേശം. So dear brothers, as you know, in our local language, the Good Friday is called as Sad Friday or Dukhavalli. So when a person hears this Sad Friday and Good Friday, and we are both referring, the English refer to it as the Good Friday and we refer to it as a Sad Friday, and we are both referring to the same word, same day. So naturally, for a thinking mind, that would be a contradiction. So it is in this regard that we would like to speak today. നമ്മള് ഇത് പല ആംഗിളിലൂടെ ഇതൊന്ന് കാണുവാനായിട്ട് പോവുകയാണ്. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോ പലപ്പോഴും പലരും പറയുന്നത് ഗുഡ് എന്ന വാക്കിന് നോബിൾ എന്ന അർത്ഥവും കൂടി ഉണ്ട്, സേക്രഡ് എന്ന അർത്ഥമുണ്ട്, അപ്രൈറ്റ് എന്ന അർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പരിശുദ്ധ വെള്ളിയാഴ്ച എന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെയൊക്കെ വന്നാലും അത് പരിശുദ്ധ വെള്ളിയല്ലേ? അതിനൊരിക്കലും ഗുഡ് ഫ്രൈഡേക്ക് ദുഃഖവെള്ളി എന്ന അർത്ഥം വരുന്നില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത നമ്മൾ വിശുദ്ധ ബൈബിളിലെ വചനപ്രകാരം ചിന്തിക്കുവാൻ പോവുകയാണ്. എന്തുകൊണ്ട് ഒരു കൂട്ടർക്ക് ഇത് ഗുഡ് ഫ്രൈഡേ ആയി, ഒരു കൂട്ടർക്ക് ഇത് സാഡ് ഫ്രൈഡേ ആയി എന്ന് ബൈബിളിലെ വചനപ്രകാരം നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു ജഡ്ജിയായി ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ എന്ത് വിളിക്കണമെന്ന് തോന്നുന്നുവോ അത് നിങ്ങൾ വിളിച്ചോ. ഇത് നിങ്ങളുടെ നിത്യജീവനുമായി ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, പക്ഷേ നമ്മുടെ തേജസ്സുമായി ഇതിന് ബന്ധമുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ നമുക്ക് നല്ല ദൈവിക തേജസ്സിലെത്തുവാൻ കഴിയും. So dear brothers, when this question arises, I have heard some people trying to argue that Good Friday, good can also mean noble, it can also mean sacred, it can also mean upright, and so they try to twist the meaning of Good Friday to something like a Holy Friday, and then they try to link it with Sad Friday. But again, there is still the contradiction that even if you interpret it as Holy Friday, then on the other side it is Sad Friday. So how does these come together? So it is in this regard that I would like to go through the Word of God to see why for some people it is Sad Friday and why for some people it is Good Friday. And I'm not going to give an instruction or a decision about this today. I will have you yourself judge on how you should interpret it in the future. So either way, this is not something that is going to affect your salvation, but this is something that will affect your glory. നമുക്ക് ഇതിലൂടെ നമുക്ക് കാണുവാൻ കഴിയാവുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന്
യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കും, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത്? യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴമക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. അപ്പോ ഇവിടെ ഉപവാസവും ദുഃഖവും തമ്മിൽ ചേർത്ത് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, പരീശന്മാർ ചോദിക്കുന്നത് യോഹന്നാൻ ശിഷ്യന്മാർ ചോദിക്കുന്നത്, ഞങ്ങളും പരീശന്മാർ ഉപവസിക്കുന്നു, പക്ഷെ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. അപ്പോ യേശു ക്രിസ്തു ആ ഉപവാസത്തെ ദുഃഖവുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. യേശു ക്രിസ്തു തിരിച്ചു പറയാണ്, യേശു അവരോട് പറഞ്ഞത്, മണവാളൻ ഉള്ളപ്പോൾ തോഴമക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. അപ്പോ ഉപവാസവും ദുഃഖവുമായിട്ട് ലിങ്ക് ചെയ്ത് കർത്താവിടെ പറയുക, മണവാളൻ പിരിഞ്ഞു പോകുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. Go ahead. Pastor, can you repeat that verse, John chapter? Matthew chapter 9 verse 14 and 15. Okay. So in this regard, I would like to point out a couple of words an incident that happened in the life of our Lord Jesus himself. So when Jesus was in this world, the disciples of John as well as John came and complained to Jesus. They asked Jesus a question that, we are fasting, so are the disciples of the Pharisees. They are also fasting. But how come your disciples are not fasting? And in this regard, Jesus replies to them that when the bridegroom is with the bridesmaid, the attendants of the bridegroom cannot mourn as long as the bridegroom is with them, can they? But the days will come when the bridegroom is taken away from them, and then they will fast. So here you can see that Jesus is linking that fasting to an act of sadness, and he's saying that as long as the bridegroom is with the attendants, they won't need to fast. But when that separation happens from the bridegroom, then they are sad, and at that point of time they will be fasting. ഇപ്പോൾ ചിലർക്ക് ഒരു ചിന്തയുണ്ടാകാം, നമ്മള് ഈ ദുഃഖവെള്ളിയായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഫാസ്റ്റിംഗ് അതിന് ചുറ്റും നമുക്ക് സാധാരണ ക്രിസ്ത്യൻ സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇത് ശ്രദ്ധിക്കുക, കാരണം അത് ദുഃഖമാണ് അവരുടെ ജീവിതത്തിൽ, അതുകൊണ്ടാണ് അങ്ങനെ കടന്നു വരുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എങ്ങനെയാണോ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അവരതുപോലെ പോകട്ടെ. എന്നാൽ ഈ വചനത്തിന് ശേഷം നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും കേടിയുന്നെങ്കിൽ അതേപോലെ മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുക. ഇവിടെ പുതിയ ഉടമ്പടിയും അതുപോലെ തന്നെ അതുകൊണ്ട് ഞാനും ഫാസ്റ്റിങ്ങിന് എതിരല്ല. ആദ്യം അത് മനസ്സിലാക്കുക. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി ഫാസ്റ്റിംഗ് എടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ല, പുതിയ ഉടമ്പടിയിൽ ഫാസ്റ്റിംഗ് ഉണ്ട്. ആ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നത് നാം ആത്മതപനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷനും അപ്പോൾ തന്നെ ആത്മതപനം, അതായത് സെൽഫ് ഡിനയൽ, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പ്രാർത്ഥനയുടെ ആ തീവ്രതയെ കാണിക്കുവാനും കൂടെയാണ് പുതിയ ഉടമ്പടിയിലെ ആ ഉപവാസത്തെ കാണിക്കുന്നത്. So dear brothers, in this regard we know that during Good Friday there are quite a lot of us who fast, and I'm not judging them, and you can interpret them in the light of this verse wherein it says that attendants of the bridegroom cannot mourn as long as the bridegroom is with them. So let me clarify that I'm neither the new covenant nor am I against fasting. There is fasting in the new covenant. In the new covenant, the fasting is usually associated with the intensity of the prayer with regard to their self-denial and self-reflection. So it's usually associated with the intensity of the prayer. I'm not denying the importance of fasting in the new covenant. അതുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം 1 Corinthians 7:5 അവിടെ ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രയറിനെ കുറിച്ച് പറയുന്നുണ്ട്.
പ്രാർത്ഥന, ഞാൻ KJV എന്നാണ് മലയാളത്തിൽ കറക്റ്റ് എല്ലാം ചിന്തിക്കുന്നു, KJV എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ പറയുന്നൊരു കാര്യം, പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഒരവസരം കണ്ടെത്തുവാൻ വേണ്ടി അല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരുന്നാൽ പിശാച് അവരുടെ കുടുംബജീവിതത്തിൽ കയറുവാനും ആ കുടുംബജീവിതത്തെ തകർക്കുവാനും സാധ്യതയുണ്ട്. ആ കാര്യത്തിലേക്കല്ല ഞാൻ പോകുന്നത്. അവിടെ പറയുകയാണ്, പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ആയിട്ടല്ലാതെ, അപ്പൊ പുതിയ ഉടമ്പടി പുസ്തകം ഉപവാസത്തെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയാണ് ആ ഭാഗം ഞാൻ എടുത്തത്. അതിനല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ ആ ഭാര്യ ഭർത്താവിന്റെ ധർമ്മം നിർവഹിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ പാടില്ല, പിശാച് ഇടപെടുവാൻ ഇടയാകുമെന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്കല്ല. ഫാസ്റ്റിംഗ് പുതിയ ഉടമ്പടിയുടെ ഒരു ഭാഗവുമാണ്. അത് കാണിക്കുന്നത് നമ്മുടെ ഉപവാസത്താൽ ആത്മതപനം ചെയ്യുകയാണ്, സെൽഫ് ഡിനയലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് മാത്രം പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടുകയാണ്. In this regard, I would like to point out one more verse. This is 1 Corinthians chapter 7, verse 5. I'm reading from KJV. It says, "Defraud ye not one the other, except it be with consent for a time, that ye may give yourselves to fasting and prayer, and come together again, that Satan tempt you not for your incontinency." So here it's speaking about the conjugal relationship between husband and wife, and it's saying that a husband and wife should not deprive each other of their conjugal relationship unless with mutual consent for a time, in order to devote themselves to fasting and prayer. So that, and if they deprive themselves for too long, then it can give place to Satan to do some evil. So, but that's the thrust of this word. I'm not going to focus on that thrust of this verse, but I'm going to draw your attention to the verse that ye may give yourself to fasting and prayer. So here we do see that the Christian couple does give themselves to fasting and prayer. So fasting and prayer is an important part of the new covenant, and it's a part of self-denial with respect to the prayer, with respect to intense prayer. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഈ ദിവസം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം, അത് യേശു ക്രിസ്തുവിന്റെ മരണത്തെ യഥാർത്ഥത്തിൽ ഓർക്കുകയാണ്. ഇവിടെ നാം അത് ഓർക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായും നാം അത് ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നാം അതിൽ ദുഃഖിക്കേണ്ടതായിട്ടില്ല. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശ്രദ്ധിക്കുക, യേശുവിന്റെ മരണത്തെക്കുറിച്ച് നാം ഓർക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായും ഓർക്കേണ്ടതായിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണത്. അതാണ് തിരുവത്താർ ശുശ്രൂഷയിലൂടെ നാം ചെയ്യുന്നത്. എന്നാൽ നാം അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായിട്ടുണ്ടോ? എന്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ദുഃഖിക്കാനേ കഴിയുകയില്ല. കാരണം ബെനിഫിറ്റുകളുടെ മുകളിൽ ബെനിഫിറ്റ് കിട്ടിയ ദിവസം എനിക്ക് എങ്ങനെ ദുഃഖിക്കാൻ കഴിയും? ബെനിഫിറ്റുകളുടെ മുകളിൽ ബെനിഫിറ്റ് കിട്ടിയ ദിവസം എനിക്ക് എങ്ങനെ ദുഃഖിക്കാൻ കഴിയും? പക്ഷേ ഈ ലോകത്തിലെ ആളുകളെ പോലെയാണ് യേശുവിന്റെ മരണം ഞാൻ കാണുന്നതെങ്കിൽ, ഇന്ന് ലോകത്തിൽ ഒരാൾ മരിച്ചാൽ അവിടെ വാവിട്ട് കരയുന്നത് പോലെ വാവിട്ട് കരയാനേ നേരം ഉണ്ടാവുകയും കാര്യത്തിലേക്ക്. So, dear brothers, in this regard, usually the Good Friday people say it should be a day of remembrance of Lord Jesus' crucifixion, and they are right. It should definitely be a day of remembrance of Lord Jesus' crucifixion. We should definitely remember that, because that is according to the commandment. Our Lord Jesus himself has given the commandment for remembrance, and that's what we do in the Holy Communion, in the Lord's Supper. But the second question is, when we are remembering Lord Jesus' sacrifice, sacred sacrifice that day, do we need to be sad? In this regard, I would like to say that I cannot be sad even if I want to, because that's a day where I was showered with benefit upon benefit, and I was given so much benefit that day. How can I be sad for that day?
On the other hand, one more thing to note in this regard is that if I consider Jesus's death like a person consider his death of his relative or relative or someone he knows, then he will be sad. But that's not how I consider our Lord Jesus' death. സഹോദരങ്ങളെ, എൻ്റെ കൊച്ചു വയസ്സിലെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് എൻ്റെ ചിന്ത കടന്നു പോവുകയാണ്. കേരളത്തിലെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ചമ്പക്കര എന്ന സ്ഥലത്ത് എൻ്റെ മാതാപിതാക്കന്മാർ ഭവനം മാറി കടന്നു ചെന്നപ്പോ അന്ന് എനിക്ക് 7 വയസ്സേ അറൗണ്ടുള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ മുമ്പിലൊരു ക്രിസ്തീയ ഭവനമാണ്, അതിന്റെ അപ്പുറം ഒരു ക്രിസ്തീയ ഭവനമാണ്. ഞാൻ നോക്കുമ്പോ ആ പ്രായത്തിൽ ഞാൻ നോക്കുമ്പോ ആ വീട്ടുകളിൽ നിന്നെല്ലാം കരച്ചിൽ ശബ്ദം കേൾക്കാം. അപ്പോ എന്താണെന്ന് ചോദിച്ചപ്പോ യേശു ക്രിസ്തു മരിച്ചുപോയി, അതിന്റെ ദുഃഖമാണ് അവിടെയൊക്കെ കേൾക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഏതോ ഒരു പുസ്തകം ഉറക്കെ കരഞ്ഞു വായിക്കുകയാണ്. എല്ലാവരുടെയും മുഖം ദുഃഖസാന്ദ്രമാണ്. അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ തുടർന്ന് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ആ പുസ്തകം. പുത്തംപാന എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് വായിക്കുന്നതാണ് ഞാൻ കേട്ടത്. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ആകപ്പാടെ അറിവെന്ന് പറയുന്നത് ചുറ്റുപാട് ദുഃഖസാന്ദ്രമാണ്. മാത്രമല്ല, തുടർന്ന് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു. പള്ളിയിൽ പോയപ്പോൾ കയ്പുള്ള ഒരു വെള്ളം കുടിക്കാൻ തന്നു. എന്നിട്ട് പറഞ്ഞു, അത് ദുഃഖത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കയ്പുള്ള വെള്ളം കുടിക്കാൻ തരുന്നേ എന്ന് പറയുണ്ടായി. എൻ്റെ കൊച്ചു മനസ്സിൽ ഇതൊക്കെ അന്നേ മൂടിക്കിടക്കുന്ന ഒരു രംഗമായിരുന്നു. എന്നാൽ തിരുവചനത്തിലെ സത്യങ്ങൾ അറിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, ബൈബിളിലുള്ള കാര്യവും ഇന്ന് ദൈവത്തിന്റെ ജനം ചെയ്യുന്ന കാര്യവും രണ്ടും 2 ഡയറക്ഷനിലാണോ എന്നൊന്ന് ചിന്തിക്കപ്പെടുകയുണ്ടായി. So in this regard, speaking about Good Friday, I am reminded of some things that happened during my childhood. I was like 7 years old, and at that point, and my parents have moved house to a place called Champakara in Ernakulam district. So when I moved into the new house, 2 of my neighbors were Christians, and I recall distinctly that they were in heavy mourning that day. They were crying loudly that day. And I inquired at that point of time, and they said that Jesus Christ has died, and that's why they are sad, and that's why they are crying. Not only that, they were reading some book which I haven't seen that book after that in my life, but they were reading some book, and later on when pastor was also given a bitter drink to signify the sadness of that day. So in together in pastor's mind, it's a very gloomy, melancholic day that I had that day. And when I grew up and I came to know the Lord more deeply, now I'm wondering whether the direction that these children of God are going are correct, or are they going in a wrong direction? മാത്രമല്ല, അന്ന് വൈകിട്ട് ഞാൻ പള്ളിയിൽ ചെന്നപ്പോ യേശു ക്രിസ്തുവിനെ ഒരു ശവപ്പെട്ടിയിൽ കിടത്തിയിട്ട്, അതായത് യേശു ക്രിസ്തുവിന്റെ ബോഡി ഉണ്ടാക്കി ഒരു പെട്ടിയിൽ കിടത്തിയിട്ട് ആ പെട്ടി എല്ലാവരും എടുത്തുകൊണ്ട് അതിനെ മൊത്തുകയും എല്ലാവരും എടുത്തുകൊണ്ട് ആ റോട്ടിലൂടെ എല്ലാം നടക്കുകയും അവസാനം കൊണ്ട് വെച്ച് അതിന്റെ മുമ്പിൽ നേർച്ചയിട്ട് പോകുന്ന ഒരു രംഗമൊക്കെ എൻ്റെ ആ ചെറിയ വയസ്സില് കാണുവാനായിട്ട് ഇടയായി. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ബൈബിളിലെ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിന്റെ മരണത്തിലൂടെ മാനവകുലത്തിന് എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കുവാൻ ദൈവം കൃപ നൽകിയപ്പോ എൻ്റെ ജീവിതത്തിൽ ഈ ചുറ്റുപാടും കാണിക്കുന്ന കാര്യങ്ങളൊക്കെ യേശു ക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞ ആ ഒരു ചിന്തയിലേക്ക് കടന്നു വരാൻ ഇടയായി. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവോട് ചോദിച്ചൊരു ചോദ്യം, നീയും ഞങ്ങളും പരീശന്മാർ ഉപവസിക്കുന്നു, നീയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്താ? ഉടനെ യേശു പറഞ്ഞ മറുപടി, മണവാളൻ
കൂടെ ഉള്ളപ്പോൾ തോഴമക്കാർക്ക് ഉപവസിക്കാൻ കഴിയുകയില്ല. എന്നാൽ വിട്ടുപോകുന്ന നാഴികയിൽ അവർ ഉപവസിക്കും. എന്നിട്ട് യേശു കൂട്ടിച്ചേർത്തു, ആരും പുതിയ തുണിക്കണ്ടം പഴയതിനോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാൽ അത് കീറിപ്പോകും. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ സൂക്ഷിക്കാറില്ല. സൂക്ഷിച്ചാൽ അത് പൊട്ടിപ്പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ സൂക്ഷിച്ചാൽ അത് ഭദ്രമായിരിക്കും. അല്ല എങ്കിൽ ഭദ്രമായിരിക്കുകയില്ല. യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം അന്നും ഇന്നും ജനത്തിന് മനസ്സിലായിട്ടില്ല. യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ പാരമ്പര്യത്തെ പിന്തുടരും, പുറകിലേക്ക് നോക്കുന്നു. എന്നെ പിതാവ് അയച്ചത് നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുപോകാനാണ്. ഞാൻ തരുന്ന ആ പുതിയതെല്ലാം നിങ്ങൾ കൊണ്ടുപോയി പഴയ പാരമ്പര്യം മനസ്സിൽ കൊണ്ട് ഫിറ്റ് ചെയ്യും. എന്നാൽ അത് ഭദ്രമായിരിക്കുകയില്ല, അതെല്ലാം പൊട്ടിപ്പോകും. ഞാൻ തരുന്ന പുതിയത് പഴയതുമായി കമ്പയർ ചെയ്യാനേ പാടില്ല. പഴയതിനെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ മനസ്സിൽ വേണം അതിനെ ഫിറ്റ് ചെയ്യാൻ. എങ്കിലേ അതവിടെ ഇരിക്കൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞതും നിങ്ങളിൽ നല്ലൊരു പങ്ക് ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവുകയില്ല. കാരണം ഒന്ന് ജഡികമായതാണ്, മറ്റത് ആത്മീകമായതാണ്. വൺ ഈസ് ഫ്ലഷ്ലി, അനദർ ഈസ് സ്പിരിച്വൽ വൺ. അതുകൊണ്ട് സ്പിരിച്വൽ വൺ കൊണ്ടുപോയി ഫ്ലഷിൽ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. Try to explain this. So that incident in pastor's life was followed by them taking the statue of Jesus, putting it in some kind of a coffin and carrying it around the town, and later on followed by they actually kissing the statue, followed by they dropping offerings in front of the statue before they left. So as Pastor grew, as by the grace of God, as I came to know more about our Lord Jesus, and in that regard, I came to realize that much of the church is going in a different direction than our Lord Jesus wanted. In this regard, I would like to repeat the verse Matthew 9 verse 15, where they say the attendance, but our Lord Jesus himself says attendance of the bridegroom cannot mourn as long as the bridegroom is with them. And a couple of verses below, Jesus again further says that no one puts a patch of unshrunk cloth on an old garment, for the patch pulls away from the garment and a worse tear results. And further he says that nor do people put new wine into old wineskins, otherwise the wineskins burst and the wine pours out. And but they put new wine into fresh wineskins. So in this regard, what Jesus is also telling them is that you are thinking according to the old tradition. Jesus did not come to have people think according to the old tradition, but to think about the new tradition. And in the new tradition, it's not flesh. It's not flesh, but it's spiritual. But a lot of people hearing this won't understand this, because the old tradition is flesh and the new tradition is spiritual. സഹോദരങ്ങളെ, ഇനി ഒരു പ്രാക്ടിക്കൽ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ ആ സ്പിരിച്വൽ ആയിട്ടുള്ള പറഞ്ഞത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല എങ്കിലും പ്രാർത്ഥനയോട് വീണ്ടും കേൾക്കുക, അത് മനസ്സിലാൻ ദൈവം സഹായിക്കും. ഇതാ, ദുഃഖിക്കാനുള്ള രണ്ട് പോസിബിലിറ്റീസ് കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ഒന്ന്, നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരിച്ച് നമ്മൾ ദുഃഖിക്കും, അല്ലെ? യേശുക്രിസ്തു മരിച്ചു എന്ന വിവരം ഒരാൾക്ക് അറിയാം, പക്ഷെ ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം അറിയത്തില്ല എങ്കിൽ അയാൾ ദുഃഖിക്കും. എന്നോടൊപ്പം പറഞ്ഞേ, യേശുക്രിസ്തു മരിച്ചെന്ന് അറിയാം, പക്ഷെ ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളവർ ദുഃഖിക്കും. ഞാൻ ചിന്തിക്കട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അപ്പൻ മരിച്ചു, എല്ലാവരും കരഞ്ഞു, എല്ലാവരും വളരെ സങ്കടപ്പെട്ടു. അദ്ദേഹത്തെ അടക്കാനായിട്ട് സങ്കല്പമാണ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരം അനങ്ങി. തലേദിവസം മരിച്ചതാ, കൺഫേം ചെയ്തതാ,
പിറ്റേ ദിവസം ശവമടക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരം അനങ്ങി. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ ആ ദിവസം ആ വ്യക്തി മരിച്ചു. അടക്കാൻ വേണ്ടി പിറ്റേ ദിവസം ആ വ്യക്തി മരിച്ചെന്ന് ചിന്തിച്ച ആള് എഴുന്നേറ്റു. അടുത്ത കൊല്ലം ആ മരിച്ച ഡേറ്റ് വന്നാൽ നിങ്ങൾക്ക് കരയാൻ പറ്റുമോ? അവനവനോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ അപ്പൻ മരിച്ച ഡേറ്റ് വന്നാൽ നിങ്ങൾക്ക് കരയാൻ പറ്റുമോ? കരയാൻ പറ്റും. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾക്ക് ഒന്നേ അറിയുള്ളൂ, നിങ്ങളുടെ അപ്പൻ മരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞ് ജീവൻ കിട്ടിയ കാര്യം അറിയത്തില്ല എങ്കിൽ നിങ്ങൾ. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ അപ്പൻ ജീവൻ കിട്ടി തിരികെ വന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ഒരു സാധാരണ മനുഷ്യനാണ് നിങ്ങൾക്ക് കരയാനായിട്ട് പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. പകരം നിങ്ങൾക്ക് ആ മരിച്ച ദിവസത്തെ ഓർക്കാൻ പറ്റും. എന്റെ അപ്പൻ കഴിഞ്ഞ വർഷം ഇതേ സമയമായപ്പോ മരിച്ചു പോയതാണ്, പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ എന്റെ അപ്പൻ ജീവങ്കിലേക്ക് തിരികെ വന്നു എന്ന് നിങ്ങൾ ഓർക്കും. പക്ഷെ നിങ്ങൾക്ക് ദുഃഖിക്കാൻ അവിടെ കഴിയില്ല. കാരണം അപ്പൻ അവിടെ ചാരുകസേരയിൽ ഇരുന്ന് മലയാളം പേപ്പർ വായിക്കുക. ആ സമയം നിങ്ങൾ ഇപ്പുറത്ത് ഇരുന്ന് എങ്ങനെ കരയും, അപ്പൊ മരിച്ചുപോയി എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്നേക്കും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാനിതാ എന്നേക്കും ജീവിക്കുന്നു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ കൂടെ യേശു ഇരിക്കുമ്പോ എന്റെ യേശു മരിച്ചു എന്ന് പറഞ്ഞു ദുഃഖിക്കാൻ യഥാർത്ഥ വിശ്വാസിക്ക് കഴിയുമെങ്കിൽ ദുഃഖിക്കും. Dear brothers, let me also highlight another scenario. One, in a regular house, if the only reason a person you will mourn a person's death, assume, say, God forbid, say one of your relatives, or if your father died, and only reason you would mourn his death is if you know that he died and you don't know about his resurrection. Say, assume that one day your father died, and in the couple of days later you are going for the funeral, and while you are taking the body for the funeral, there was a moment and he woke up again. So in that case, a year later, when you are in the same day that he died, would you really be sad that day? Because you would be sad if you did not know that he had risen back up a couple of days later. But normally you won't be sad because you will remember that day as the day when your father died, but you won't be sad because your father will be in the other room reading a newspaper, and you cannot be sad that day. So in this regard, I would like to point out that our Lord Jesus has also resurrected, as our Lord Jesus himself says that I'll be with you forever. I was dead, but now I live forever. So as since our Lord Jesus is himself with us, how can we be sad on Good Friday? സഹോദരങ്ങളെ, ഇനി മറ്റൊരു സിനാരിയോ പറയാം. മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, 2 സഹോദരന്മാരുണ്ടായിരുന്നു, ബ്രദർ എ ആൻഡ് ബ്രദർ ബി. ബ്രദർ എക്ക് നമുക്ക് പേരിടാം മിസ്റ്റർ ഫ്ലഷ്. ബ്രദർ ബിക്ക് നമുക്ക് പേരിടാം മിസ്റ്റർ സ്പിരിറ്റ്. അങ്ങനെ മിസ്റ്റർ ഫ്ലഷിന്റെയും മിസ്റ്റർ സ്പിരിറ്റിന്റെയും അപ്പൻ ഒരു പർട്ടിക്കുലർ ഡേ ഇതാ അവർക്ക് നഷ്ടപ്പെട്ടു. എവിടെയോ വെച്ച് അപ്പൻ നഷ്ടപ്പെട്ടു. ഇനി ഈ നഷ്ടപ്പെട്ട ആ അപ്പൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഇവർ തമ്മിൽ പിരിഞ്ഞു. ബ്രദർ എ, അതായത് മിസ്റ്റർ ഫ്ലഷ്, എല്ലാ വർഷവും ആ സമയമാകുമ്പോൾ ഈ അപ്പൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയും. എന്നാൽ ബ്രദർ ബി
മിസ്റ്റർ സ്പിരിറ്റ് അദ്ദേഹം തന്റെ അപ്പനെ ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഇതാ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടെത്തി അപ്പൻ അവിടെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി. സംഭവം മനസ്സിലാക്കിക്കോണം. ബ്രദർ എ മിസ്റ്റർ ഫ്ലഷിനെ അറിയത്തില്ല അപ്പൻ ജീവിച്ചിരിക്കുന്നു. പക്ഷേ ബ്രദർ ബി മിസ്റ്റർ സ്പിരിറ്റ് അപ്പൻ ജീവിച്ചിരിക്കുന്നു കണ്ടെത്തിയിട്ട് അപ്പനോട് കൂടെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നൊരു സമയം മിസ്റ്റർ സ്പിരിറ്റ്, അതായത് ബ്രദർ ബി, ബ്രദർ എ മിസ്റ്റർ ഫ്ലഷിനെ കാണാൻ വന്നു. അപ്പൊ നോക്കുമ്പോ മിസ്റ്റർ ഫ്ലഷ് ഇരുന്ന് കരയുകയാണ്. എന്താന്ന് ചോദിച്ചപ്പോ എന്റെ അപ്പനെ കാണാതെ പോയ ദിവസമാണ് എന്ന് പറഞ്ഞ് കരയുമ്പോ മിസ്റ്റർ സ്പിരിറ്റ് ചിരിച്ചുകൊണ്ട് തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, എടാ സഹോദര, നീ എന്തിനാ കരയണേ? നമ്മുടെ അപ്പൻ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു, ഞാൻ അപ്പനോട് കൂടെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് മിസ്റ്റർ സ്പിരിറ്റ് എന്ന ബ്രദർ സന്തോഷിക്കുകയും മിസ്റ്റർ ഫ്ലഷ് എന്ന് പറയുന്ന ആ ബ്രദർ ദുഃഖിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചു, സത്യമാണ്. അതാണ് യേശു വെളിപ്പാട് 1 പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇനി എനിക്ക് മരണമില്ല, പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട് എന്ന് യേശു പറഞ്ഞത് ആർക്കറിഞ്ഞുകൂടാ? മിസ്റ്റർ ഫ്ലഷിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് അറിയുകയില്ല. എന്നാൽ മിസ്റ്റർ സ്പിരിറ്റ് അത് അറിയുന്നു. മോനെ, നീ മിസ്റ്റർ ഫ്ലഷ് ആണോ മിസ്റ്റർ സ്പിരിറ്റ് ആണോ? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. Let me highlight one more scenario in this regard. So there were two brothers, Mr. A and B. Brother A, we can call him Mr. Flesh, and brother B, we can call him Mr. Spirit. And both of them had a father. And one day the father went missing, and the father was lost to both of them. They couldn't find him. He went missing. So they searched. They couldn't find him. But post that, they separated from each other. Mr. A living by him, Mr. Flesh living by himself, and Mr. Spirit living by himself. But few days later, Mr. Spirit was able to find his father, and he was able to see that his father was still alive and living someplace. And Mr. Spirit went and started living with his father, whereas Mr. Flesh is still living by himself in some other place. And so one day, Mr. Spirit visits Mr. Flesh, and he sees that Mr. Flesh is crying and mourning that day. And Mr. Spirit asks, why are you crying and mourning? And he says, today is the day that our father went missing, and we don't know what happened to him. And in that day, Mr. Spirit consoles him and says that our father is still alive. He's with me. I am living with him. So let me tell you that this is the I will let you interpret this. This is the other scenario. Our Lord Jesus himself says that I was dead, but now I have resurrected and I live forever. The keys of Hades and death is with me. So you can know that our Lord Jesus is with us and is living forever. I will let you interpret this example yourself. പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്, യേശു ക്രിസ്തു മരിച്ചു എന്നറിയാം, പക്ഷെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ദുഃഖിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ദുഃഖിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒന്നാമത്തേത് യേശു മരിച്ചുപോയി, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തേത്, യേശു ക്രിസ്തുവിന്റെ മരണം എനിക്ക് എന്തൊക്കെ ഗുണം ഉണ്ടാക്കി എന്ന് അറിയാത്തത് കൊണ്ടാണ് ഒരു കൂട്ടർ ഇങ്ങനെ ദുഃഖിക്കുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ യേശുവിന്റെ മരണത്തിൽ നമുക്ക് ധാരാളം ബെനിഫിറ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 5 ബെനിഫിറ്റ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ദുഃഖിക്കാം. So from the previous 2 examples, I have given you the example of a group of people who are sad at Jesus' death because they know that Jesus has died, but they don't know that Jesus has resurrected and he's still alive.
So that is one group of people who are sad, sad at this in Good Friday. The another group of people who are sad are people who does not realize the amount of benefits that we received as a result of our Lord Jesus' death. To those people, I would like to today speak about 5 benefits, massive benefits that we receive from our Lord Jesus' death, and then let them decide whether they want to be sad or happy or not be sad that day. ഒന്നാമത്തെ ബെനിഫിറ്റ് ഞാൻ പറയാൻ പോകുന്നത് യേശു ക്രിസ്തുവിന് കിട്ടിയ ബെനിഫിറ്റ് ആണ് മരണത്തിലൂടെ. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന് കിട്ടിയ ബെനിഫിറ്റ് ആണ് മരണത്തിലൂടെ. ദൈവത്തിന്റെ വചനം ഫിലിപ്പി ലേഖനം 2:5 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ മനോഭാവം നമുക്ക് ഉണ്ടാകണം. യേശു ക്രിസ്തു എന്ത് ചെയ്തതെന്നറിയാമോ? യേശു ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിനും മനുഷ്യനായി. ക്രൂശിലെ മരണത്തോളം താൻ സ്വർഗീയ പിതാവിനോട് അനുസരണമുള്ളവനായി തീർന്നു. എന്തിൽ? ക്രൂശിലെ മരണത്തോളം. അപ്പൊ മരണത്തെ കുറിച്ച് അവിടെ പറയുന്നത്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം, അതായത് സ്വർഗസ്ഥ പിതാവ്, യേശുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം കൊടുത്തു. യേശു ക്രിസ്തുവിനെ, അതായത് യേശു ക്രിസ്തുവിനെ ദ ഹയസ്റ്റ് അതോറിറ്റിയായി, സ്വർഗീയ പിതാവിന്റെ താഴെ ദ ഹയസ്റ്റ് അതോറിറ്റിയായി സ്വർഗത്തിലെ ദൈവം നിയമിച്ചു. ഇതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം പറയുന്നത്, നിന്റെ കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദ ഹയസ്റ്റ് ലെവലിലേക്ക് ഉയർത്തി. എന്നിട്ട് പറയാണ്, സകല നാവും യേശുവാണ് കർത്താവെന്ന്, വാഴുന്നതെന്ന് സകലരും പറയും. ഇന്ന് സമ്മതിക്കുന്നില്ല, പിശാചു അവന്റെ ആളുകൾ സമ്മതിക്കുന്നില്ല. സകല നാവും അത് പറയേണ്ടി വരും. എന്തിനു വേണ്ടി? സ്വർഗസ്ഥ പിതാവിന്റെ മഹത്വത്തിനായി. കാരണം ഇത് നിയമിച്ചാക്കിയത് സ്വർഗസ്ഥ പിതാവാണ്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ ആദ്യത്തെ ഹയസ്റ്റ് ബെനിഫിറ്റ് വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ മരണത്തിൽ ഞാൻ ഒന്നറിയുന്നു, ഒരിക്കലും യേശു ദുഃഖിക്കുകയില്ല. കാരണം യേശുവിന്റെ മരണത്തിൽ യേശുവിന് തന്നെ അത്യുഗ്രമായ ബെനിഫിറ്റ് ഉണ്ടാവുകയാണ്. So in this regard with respect to the 5 benefits, I will start with the first benefit. The first benefit is the benefit to our Lord Jesus himself. So we can read about this benefit in Philippians chapter 2 verse 5 onwards. Here it says, have this attitude in yourself which was also in Christ Jesus. Saint Paul is advising us that we should also have the attitude of our Lord Jesus, who although he existed in the form of God, did not regard equality with God a thing to be grasped, but emptied himself, taking the form of a bondservant, and being made in the likeness of men. Being found in appearance as a man, he humbled himself by becoming obedient to the point of death, even death on a cross. So you can see that it speaks about our Lord Jesus' death on a cross, where it says that Jesus became obedient to the point of death, even death on a cross. And what is the result of that? The result of that is in the next verse, where it says, for this reason also God highly exalted him and bestowed on him the name which is above every name. So that at the name of Lord Jesus, every knee will bow, of those who are in heaven and on earth and under the earth, and that every tongue will confess that Jesus Christ is Lord, to the glory of the Father. This is the same thing that is written in Hebrew 1 chapter 1 verse 9. Therefore God your God has anointed you with oil of gladness above your companions. So you can see that because as a result of being obedient to the point of death, even death on a cross, Jesus was highly exalted and bestowed on him the name which is above every name. God highly exalted him and bestowed on him the name which is above every name, so that every knee will bow to him. To whose glory? You can see it is to the glory of God the Father, that every knee will bow to Jesus, and every tongue will confess that Jesus Christ is Lord. So you can see that Jesus himself won't be sad about this event, because he has received a high benefit from this.
ഇനി മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനും നമുക്കും കൂടി ചേർന്ന ബെനിഫിറ്റ് ആണ് ഇനി പറയാൻ പോകുന്നതല്ല. ആ ബെനിഫിറ്റ് യേശുവിന്റെ മരണത്തിലൂടെയാണ് യേശു ക്രിസ്തു സന്തതിയെ കാണുന്നത്. ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ രണ്ടാമത്തെ, ഇതിന്റെ കീഴിൽ ആ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പാപങ്ങളെ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ ക്ഷമിച്ചു, നമ്മളെ ദൈവവുമായി അടുപ്പിച്ചു. ഹലോ, നമ്മളുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയത് യേശുവിന്റെ മരണത്തിലൂടെയാണ്. ആർക്കെങ്കിലും ദുഃഖിക്കണമെങ്കിൽ ദുഃഖിക്കാം, എന്റെ പാപം ക്ഷമിച്ചു കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട്. അതോ സന്തോഷിക്കണോ? നിങ്ങളുടെ കടമെല്ലാം ഒഴിവാക്കി തന്നതിൽ നിങ്ങൾക്ക് കരയണോ അതോ സന്തോഷിക്കണോ? നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് നമ്മളുടെ ഉടമസ്ഥനായ സ്വർഗ്ഗസ്ഥ പിതാവുമായി നമ്മുടെ അപ്പനുമായി ഒന്നിപ്പിച്ചു യേശുവിന്റെ മരണത്തിലൂടെ. ഇതിൽ സന്തോഷിക്കണോ കരയണോ? നിങ്ങൾ തീരുമാനമെടുക്കുക. കൊളോസ്യ ലേഖനം 1:20-22 ഭാഗങ്ങളിൽ നമുക്ക് ഇത് കാണുവാനായിട്ട് കഴിയും. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 20-22 ഭാഗം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം, ശ്രദ്ധിക്കുക, ഇതാണ് മരണം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ, തന്റെ മരണത്താൽ നമ്മളെ പിതാവിനോട് നിരപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗീയ പിതാവുമായിട്ട് ഞാൻ നിരന്നു എന്ന് പറഞ്ഞ് നമുക്ക് കരയാൻ തോന്നുമോ അതോ സന്തോഷിക്കാൻ തോന്നുമോ? അവനവൻ തന്നെ തീരുമാനിക്കുക. So in this regard, for the benefits from the next benefit from 2 to 5 onwards, these are benefits that benefit both Jesus and us as well. The important thing to note is that it's through his death that our Lord Jesus was able to see his descendants, see his generations. And in this regard, I would like to say that benefit number 2 is that through his death, Jesus was able to buy forgiveness for all our sins and bring us closer to our Heavenly Father, closer to him and our Heavenly Father. So will you be sad on a day when someone pays out all your debts? Will you be sad on that day? In this regard, let me read Colossians chapter 1, verse 20-22 onwards. And through him to reconcile all things to himself, having made peace through the blood of his cross. Through him I say, whether things on earth or things in heaven. So you can say the Father is the Father speaking about reconciling all things to himself through our Lord Jesus' blood on the cross. And although you were formerly alienated and hostile in mind, engaged in evil deed, yet he has now reconciled you in his fleshly blood through death. I repeat, in his fleshly blood through death, in order to present you before him holy and blameless and beyond reproach. So you can say that it is through his death that we were reconciled to our Lord, to our Heavenly Father and our Lord Jesus. And will you be sad for the reconciliation that you have got to our Heavenly Father and our Lord Jesus? മൂന്നാമത്തെ ബെനിഫിറ്റ്, യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ യേശു ക്രിസ്തു പുതിയ സൃഷ്ടിയുടെ ഫൗണ്ടേഷൻ ഇടുകയായിരുന്നു. ആ പുതിയ സൃഷ്ടിയിലാണ് തുടർന്നുള്ള നമ്മുടെ ജീവിതം. പഴയ സൃഷ്ടിയുടെ നമ്മുടെ ജീവിതം മരണത്തിൽ അവസാനിക്കുമ്പോൾ പുതിയ സൃഷ്ടിയിലെ നമ്മുടെ ജീവിതം നിത്യമായി നിലകൊള്ളുന്നു. യേശു ക്രിസ്തുവിന്റെ മരണം പുതിയ സൃഷ്ടിയുടെ ഫൗണ്ടേഷൻ ആയിരുന്നു. അങ്ങനെ നമുക്ക് ഏറ്റവും പ്രത്യാശയുള്ള പുതിയ സൃഷ്ടിയുടെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കണോ അതോ സന്തോഷിക്കണോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ദൈവപുത്രന്മാരെല്ലാം ആനന്ദിച്ചാർത്തു. എന്നാൽ നമ്മുടെ സർവവും പാപനിമിത്തം തകർത്ത് കളഞ്ഞിട്ട് യേശു ക്രിസ്തു വീണ്ടും പുതിയ സൃഷ്ടിയിലൂടെ നമുക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നമ്മൾ സന്തോഷിച്ചാർക്കണോ അതോ മിസ്റ്റർ ഫ്ലഷിനെ പോലെ
ദുഃഖിച്ച് കരയണം. ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-16 വചനത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ മരണത്തിൽ ക്രിസ്തു പുതിയ സൃഷ്ടിക്ക് അടിസ്ഥാനം ഇടുകയായിരുന്നു. ദൈവത്തിന്റെ വചനം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം, അതെ ക്രിസ്തു, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണ ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കിക്കളഞ്ഞ് വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി. ഇതാണ് പുതിയ സൃഷ്ടി. ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിപ്പാൻ എവിടെ വെച്ച്? ക്രൂശിൽ വെച്ച്. ക്രൂശിൽ വെച്ച് തന്റെ മരണത്തിൽ ഇരുപക്ഷത്തെയും പുതിയ സൃഷ്ടികളാക്കി മാറ്റുകയാണ്. ശത്രുത്വം ഇല്ലാതെയാക്കി അതിനെ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ തന്റെ മരണത്തിലൂടെ പുതിയ സ്വർഗസ്ഥ പിതാവ് പുതിയ സൃഷ്ടിയുടെ അടിസ്ഥാനം ക്രിസ്തു യേശുവിലൂടെ ഇടുകയായിരുന്നു. എന്റെ പ്രിയ മകനെ, മകളെ, സന്തോഷിച്ചാർക്കേണ്ടതല്ലയോ ഇത്? എനിക്ക് അതിനെ കഴിയുന്നുള്ളൂ. ദുഃഖിക്കേണ്ടത് വീണ്ടും ദുഃഖിച്ചാട്ടെ. മിസ്റ്റർ ഫ്ലഷ് ഇതൊന്നും അറിയാതെ ദുഃഖിക്കുന്നു, എന്നാൽ മിസ്റ്റർ സ്പിരിറ്റ് ഇതറിഞ്ഞ് സന്തോഷിക്കും. നമുക്ക് ആരുടെ പക്ഷം ചേരണം? ആ പക്ഷം ചേർന്നാട്ടെ. Dear brothers, let me speak of the next benefit, benefit number 3, and it is that it is through his death that our Lord Jesus laid the foundation of the new creation. And remember that we are living in the new creation, so that we can live in the new creation. We are living in the new creation. In the old creation will end with our death, but when we are living in the new creation, it will go on forever. And it is in this regard that we can see that Jesus' death in the cross is what laid foundation for the new creation. So you can see whether you need to be sad or happy that day. So you can see, we can read about this in Ephesians chapter 2 verse 14 onwards. For he himself is our peace, who made both groups into one and broke down the barrier of the dividing wall by abolishing in his flesh the enmity which is the law of commandments contained in ordinances, so that in himself he may make the two into one new man, that is a new creation, thus establishing praise, and he might reconcile them both in one body to God through the cross by having put to death the enmity. So you can see that Jesus created the new man, reconciled him to God through the cross by having put to death the enmity. So you can see that our Heavenly Father uses Jesus. It is our Heavenly Father through our Lord Jesus laid the foundation of the new creation on that day. And so you can decide for yourself whether you need to be sad or happy that day. നാലാമത്തെ ബെനിഫിറ്റിലേക്ക് വരാൻ പോവുകയാണ്. ആരാണ് നമ്മുടെ ശത്രു? പിശാചും അവന്റെ കൂട്ടരും. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു തന്റെ മരണത്തിലൂടെ പിശാചിനെയും അവന്റെ ആത്മാവിനെയും എല്ലാം പരസ്യമായി കാഴ്ചയാക്കി അവരെ പരാജയപ്പെടുത്തി. എന്തിലൂടെ? തന്റെ മരണത്തിലൂടെ. പിശാച് പരാജയപ്പെട്ടതിൽ ദുഃഖിക്കാൻ താല്പര്യമുള്ളവർക്ക് ദുഃഖിക്കുക, പിശാച് പരാജയപ്പെട്ടതിൽ സന്തോഷിക്കുവാൻ താല്പര്യമുള്ളവർക്ക് സന്തോഷിക്കുക. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ക്രൂശിൽ എന്താണ് സംഭവിച്ചത് എന്ന്. അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും, അതായത് പിശാചിന്റെ സർവ്വ ആർമികളെയും ആയുധവർഗം വെപ്പിച്ച് എവിടെ? ക്രൂശിൽ, തന്റെ മരണത്തിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. അതൊരു ഉത്സവമായിരുന്നു, യേശുവിന്റെ ഒരു ഉത്സവം. ഈ ഉത്സവത്തിൽ യേശുവിനോട് ചേർന്ന് നമ്മളും ആ ഉത്സവത്തിൽ സന്തോഷിക്കണോ? അതോ ഇതൊന്നും തിരിച്ചറിയാതെ മിസ്റ്റർ ഫ്ലഷായി ദുഃഖിച്ചിരിക്കണോ? തീരുമാനം നമ്മുടേതാണ്. ഒരു ജയ ഉത്സവത്തിൽ എല്ലാവരും സന്തോഷിക്കുന്ന സമയം നമ്മൾ ഇതൊന്നും അറിയാതെ കുരുടന്മാരായ മക്കളായി ദുഃഖിച്ചിരിക്കണോ? അതോ ജയ ഉത്സവം കൊണ്ടാടുന്ന യേശുവിനോട് ചേർന്ന് നമ്മളും ഉത്സവം കൊണ്ടാടണോ? തീരുമാനം നമ്മുടേതാണ്. ഇതാ ഗോള് അല്ലെങ്കിൽ ബോള് നിങ്ങളുടെ കോർട്ടിൽ കിടക്കുന്നു. നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഗോൾ അടിക്കാം.
ഞാൻ തീരുമാനം എടുക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ എനിക്ക് റൈറ്റ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ നിങ്ങൾക്കാണ് റൈറ്റ്. അതുകൊണ്ട് തീരുമാനം എടുത്താട്ടെ. Dear brothers, let me speak about the next benefit, that is benefit number 4. So we know that that Satan and his army are the enemies of humanity. And it is through his death on the cross that Jesus defeated Satan and his army, and he made a public display of them and triumphed over them. And we can see this in Colossians chapter 2 verse 14 onwards. Having cancelled out the certificate of debt consisting of decrees against us, which was hostile to us, and he has taken it out of the way, having nailed it to the cross, when he disarmed the rulers and authorities. So you can see that the rulers and authorities are Satan and his army. When he disarmed the rulers and authority, made a public display of them. So Jesus humiliated them, made a public display of them, having triumphed over them through him. So dear brothers, you can decide whether you want to live in the flesh and not recognize this and be sad, or whether you want to recognize this joyful thing that happened that day. So it's your decision. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പലരുടെയും മുഖം കണ്ടിട്ട് ഒരു പിശാച് തോറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷവും തോന്നുന്നില്ല. എനിക്കത് കണ്ടിട്ട് അത് കണ്ടിട്ടാ ദുഃഖം തോന്നുന്നത്. ഓക്കെ, എനിഹാവ് ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ഇതാ 5ാമത്തെ പോയിന്റിലേക്ക്, ഇനിയും ധാരാളം പോയിന്റ് ഉണ്ട്, നമ്മൾ ഇവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാണ്. 5ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇവിടെ പിശാച് പരാജയപ്പെടുക മാത്രമല്ല, പിശാചിന് തന്റെ പൊസിഷൻ ഇതാ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ പിശാചിന്റെ കയ്യിൽ നിന്ന് മാറുന്നു, യേശു ക്രിസ്തുവിന്റെ കയ്യിലേക്ക് കിട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ പിശാച് തോൽക്കുക മാത്രമല്ല, അവനെ സ്ഥാനത്ത് നിന്ന് നീക്കി. എന്തിലൂടെ? യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ. ഇതാണ് ഹെബ്രായ ലേഖനം 2-ാം അധ്യായം പറയുന്നത്. മക്കൾ ജഡരക്തങ്ങളോടുകൂടെയുള്ളവനാകയാൽ യേശു ക്രിസ്തുവും ആത്മാവാകുന്ന യേശു ക്രിസ്തു അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയുള്ളവരായി ഈ ഭൂമിയിലേക്ക് വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, ശ്രദ്ധിക്കുക, തന്റെ മരണത്താൽ, എന്തിനാൽ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഹലോ, പിശാചിന്റെ കസേര പോയി. പിശാചിന്റെ കസേര പോയി. അയ്യോ, പിശാചിന്റെ കസേര പോയി എന്ന് പറഞ്ഞ് ദുഃഖിക്കണോ? അതോ പിശാചിന്റെ കസേര യേശുവിന്റെ മരണത്താൽ യേശു എടുത്ത് മാറ്റി എന്ന് പറഞ്ഞ് സന്തോഷിക്കണം? മിസ്റ്റർ ഫ്ലഷ് അതിൽ ദുഃഖിക്കും, മിസ്റ്റർ സ്പിരിറ്റ് അതിൽ സന്തോഷിക്കും. നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെങ്കിലും തെരഞ്ഞെടുക്കാം. ബോൾ നിങ്ങളുടെ കോർട്ടിലേക്കാണ്. Dear brothers, dear brothers, let us speak about the next benefit. This is benefit number 5. There are many more benefits, but let me just conclude with benefit number 5. So the benefit number 5 is in benefit number 4. We saw that Jesus defeated Satan, humiliated Satan and his armies, and made a public display of them. In benefit number 5, we see that by his death, not only was Satan defeated, but he also lost his position. He also lost his authority. So you can see that previously the key of death and Hades was with Satan, but through his death, our Lord Jesus was able to seize that and take over that authority, so that death and Hades will no longer affect us. This we can see in Hebrews chapter 2 verse 14 onwards. Therefore, since the children share in flesh and blood, he himself likewise also partook of the same, that through death he might render powerless him who had the power of death, that is the devil. So you can see that previously devil had the power of the death, but through his death, our Lord Jesus rendered powerless the power of the devil. He rendered powerless the devil who had the power of the death, and after that it says, and might free those who through fear of death were subject to slavery all their lives. So he freed us, because we are no longer subject to slavery due to fear of death. And so dear brothers, if you are in the flesh, you cannot recognize this and not be happy.
But if you are spiritual, I would, then you should be happy that Satan has not only been defeated, but all his authority also has been taken away. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ രണ്ട് പോസിബിലിറ്റിയെ കുറിച്ച് നിങ്ങളെ ഓർപ്പിച്ചു. ഒന്ന്, ദുഃഖിക്കുന്നവർ ദുഃഖിക്കാനുള്ള കാരണം. ഒന്ന്, യേശു ക്രിസ്തു മരിച്ചു എന്നവർക്കറിയാം. കാരണം എല്ലാ പള്ളികളും അത് ഈ മക്കളെ അറിയിപ്പാൻ എല്ലാ പള്ളികളിലും ക്രൂശിൽ യേശുവിനെ തറച്ചു വെച്ചിട്ടുണ്ട്. യേശു മരിച്ചു. എല്ലാവരും സന്ദേശം കൊടുക്കുകയാണ്, യേശു മരിച്ചു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സന്ദേശമാണ് യേശു ക്രിസ്തു ഈ ഉയർത്തെഴുന്നേറ്റിട്ട് ഈ ലോകത്തിന് കൊടുത്തത് എന്ന സന്ദേശം ഇന്ന് അറിയിക്കേണ്ടത് എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. യേശു അത് ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. 40 ദിവസവും യേശു എന്ത് തെളിയിക്കുമായിരുന്നു എന്നറിയാമോ? ഞാൻ മരിച്ചുപോയി എന്ന് തെളിയിക്കുമായിരുന്നില്ല. പകരം 40 ദിവസവും താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തെളിയിക്കുകയായിരുന്നു എന്ന സന്ദേശം എന്റെ എല്ലാ സഹോദരന്മാരും ഓർക്കണം എന്ന് നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. 40 ദിവസവും ഇന്ന് എല്ലാ പള്ളികളും ഓർപ്പിക്കുന്നത് പോലെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് ക്രൂശിൽ കിടക്കുന്ന രംഗം ഓർപ്പിക്കുകയല്ലായിരുന്നു. 40 ദിവസവും താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് തന്റെ മക്കളെ ഓർപ്പിക്കുകയായിരുന്നു വളരെ വ്യക്തതയോടെ. ഇത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു വന്ന് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ യേശു ക്രിസ്തു എന്തായിരുന്നു തെളിയിച്ചുകൊണ്ടിരുന്നത്? താൻ മരിച്ചു എന്നല്ല തെളിയിച്ചത്, താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് തെളിയിച്ചത്. ഹല്ലേലൂയ. അപ്പൊ മരണമോ അതിന്റെ ഉള്ളിൽ കൺസീൽഡ് ആണ്. നിങ്ങൾ തിരിച്ചറിയാ, അവിടെ എഴുതിയിരിക്കുന്നു അപ്പോസ്തല പ്രവൃത്തി 1-2 അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, അതാണ് തന്റെ പീഡാനുഭവവും മരണവും, 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ശ്രദ്ധിക്കുക, താൻ മരിച്ചുപോയെന്നല്ല, താൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ദൈവജനം ശ്രദ്ധിക്കുക, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഈ 2 കാര്യങ്ങളിൽ ചർച്ച് ഫോക്കസ് ചെയ്യണം. എന്തിൽ? ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട്. ഇന്ന് അത് പ്രസംഗിക്കാതെ യേശു മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചേ, തീർച്ചയായും നാം പറയണം, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് യേശു താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു എങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെയും ഡ്യൂട്ടി. യേശു മരിച്ചു, എന്നാൽ മരണത്തിന് അവനെ അടക്കി നിർത്തുവാൻ കഴിഞ്ഞില്ല. കാരണം സ്വർഗസ്ഥ പിതാവ് പാപമില്ലാത്ത തന്റെ പുത്രനെ തന്റെ ആത്മാവിനാൽ മരണപാശങ്ങളെ അഴിച്ച് എഴുന്നേൽപ്പിച്ചു. ഇന്ന് യേശു പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, പാസ്റ്റ് ടെൻസ് ആയിരുന്നു, എന്നാൽ ഞാനിതാ എന്നേക്കും ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇതാ ഇന്ന് എന്റെ കൈവശം ഉണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ വീണ്ടും ദുഃഖിച്ചിരിക്കുകയല്ല. യേശു പിശാചിനെയും അവന്റെ സാമ്രാജ്യത്തെയും അടിയറവ് പറയിച്ചു, അവരെ പരസ്യമായി കാഴ്ചയാക്കി. അവന്റെ അധികാരങ്ങൾ ഇന്ന് എന്റെ യേശുവിന്റെ കയ്യിലാണുള്ളത്. ഞാൻ എന്റെ യേശുവെ അനുഗമിച്ച് യേശുവിന്റെ മരണത്തിലൂടെ സ്വർഗസ്ഥ പിതാവ് എനിക്ക് തന്ന ബെനിഫിറ്റുകൾ ഞാൻ ഓർക്കും. എന്നെ ദൈവത്തിന്റെ മകനാക്കി മാറ്റി, എന്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്തു തന്നു. പിശാചിനെ കീഴടക്കി, അവനെ മരണത്തിന്റെ അധികാര സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി. എന്നെ എന്തിന്? ദൈവത്തിന്റെ മകനായി ദൈവത്തോട് അടുപ്പിച്ച് ദൈവത്തിന്റെ ഭവനക്കാരനാക്കി കൊണ്ടുവരുവാൻ. അതുകൊണ്ട് പ്രിയ മകനെ, നീ ദുഃഖിക്കണോ അതോ സന്തോഷിക്കണോ? സന്തോഷിച്ചാർക്കണോ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവെ അനുഗമിച്ച് നമുക്ക് യേശുവിന്റെ പുറകെ പോകാം. ആനന്ദത്തോടെ, സന്തോഷത്തോടെ, പിൻപിടുന്നതിനെ മറക്കാം, ജഡത്തെ മറക്കാം, ആത്മാവിനെ മുറുകെ പിടിക്കുക, ലോകത്തെ മറക്കാം, ദൈവരാജ്യത്തെ മുറുകെ പിടിക്കുക. അതിനായി ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. So, dear brothers, we already discussed the reasons for mourning on the day of the Good Friday.
One of the reasons that we discussed was that people know that Jesus has died, but they don't focus on his resurrection. And people know that Jesus has died because almost every church that day mourns and speaks about that. But it is our duty to also proclaim the resurrection of our Lord Jesus, because because our Lord Jesus, after his resurrection, was here in this world for 40 days. And for all these 40 days, he was telling the same thing. He was showing himself to be alive to his disciples. We see that and it is our duty to proclaim this. We see that in Acts chapter 1, verse 3. To these he also presented himself alive after his suffering. So you can see he presented himself alive after his suffering. That is, after his resurrection, he presented himself alive by many convincing proofs, appearing to them over a period of 40 days and speaking of things concerning the kingdom of God. So you can see that in the 40 days after his resurrection, Jesus was convinced, giving two information to his disciples. One, he was presenting himself and giving proof that he was alive, and the other information was concerning the kingdom of God. And these are the two informations that the normal churches, many churches don't speak, and it is our duty to proclaim both these information. So remember, dear friends, that because of his crucifixion at the cross, our Lord Jesus, although our Lord Jesus died that day, he did not remain there. Our Heavenly Father, through the Holy Spirit, was able to untie the cords of death from him, and he resurrected. And as a result of his resurrection, Jesus himself says, "I was dead, but now I live forever, and the keys of Hades and death are with me." So you can see that our Lord Jesus, through his resurrection, to his death, he defeated Satan and his armies and made a public humiliation of them, and he captured their power. He took away their authority, and now our Lord Jesus has the authority, and he has paid the debt of our sins, so that we can live in the new creation with the Heavenly Father. So that should be a joyous event, and I ask all of you to proclaim the joy regarding that event. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇവിടുന്ന് പോയപ്പോൾ അവസാനമായി പറഞ്ഞ വീട് നിങ്ങൾക്ക് അറിയോ? മത്തായി 28 അവസാന വാക്കുകൾ: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പ്രമാണിച്ചതൊക്കെയും കൽപ്പിപ്പാൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല വ്യക്തികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ, ശ്രദ്ധിച്ചു കേൾക്കുക, മരിച്ചുപോയി എന്നല്ല, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. യേശു ക്രിസ്തു കൂടെ ഇരിക്കുമ്പോൾ, യേശു ക്രിസ്തു എന്റെ കൂടെ ഇരിക്കുമ്പോൾ, യേശു മരിച്ചുപോയി എന്ന് പറഞ്ഞ് ദുഃഖിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ അപ്പൻ ഫ്രണ്ടിലത്തെ ചാരു കസേരയിലിരുന്ന് മലയാള മനോരമ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് നിന്ന് എന്റെ അപ്പം മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരയാൻ പറ്റണമെങ്കിൽ ഞാനൊരു ഹിപ്പോക്രൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു അഭിനയക്കാരനായിരിക്കണം. എനിക്കത് കഴിയില്ല. എന്റെ യേശു എന്നോട് കൂടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ കാലത്തും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. യേശു നമ്മളോട് കൂടെ ഉണ്ട്. എന്നാൽ അതേ സമയം തന്നെ നാം യേശുവിന്റെ മരണത്തെ ഓർക്കണം, പുനരുദ്ധാനത്തെ ഓർക്കണം. ഇങ്ങനെയെല്ലാം ചെയ്താണ് എന്റെ യേശു എന്നെ വിടുവിച്ചത്. അത് ഓർക്കാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത്, ഈ തിരുവത്താഴ് ശുശ്രൂഷയിലൂടെ ഈ അപ്പവും വീഞ്ഞും നിങ്ങൾ നുറുക്കുമ്പോൾ നിങ്ങൾ എന്റെ മരണത്തെയാണ് ഓർക്കുന്നത്, എന്റെ മരണത്തെയാണ് പ്രസ്താവിക്കുന്നത്. അവിടെ ദുഃഖമില്ല, സന്തോഷത്തിന്റെ അവസ്ഥയാണ് അത് എന്റെ ജീവിതത്തിൽ. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാം. ബോള് നിങ്ങളുടെ കോർട്ടിലാണ്. Dear brothers, in this regard, do you remember the last commandment that Jesus gave? You can see that in the last commandment that Jesus gave in Matthew 28 before he ascended to heaven. And in that command, you can say that, and Jesus came up and spoke to them, saying, "All authority has been given to me." This is Matthew 28, the last two verses. And Jesus
came up and spoke to them, saying, "All authority has been given to me in heaven and on earth. Go therefore and make disciples of all the nations, baptizing them in the name of the Father and the Son and the Holy Spirit, and teaching them to observe all that I commanded you. Lo," and here note this very last verse, Jesus does not say that, "Lo, I am dead." No, instead he says that, "Lo, I am with you always, even to the end of the age." So you can say that Jesus has promised to be he's with us even to the end of the age. So if you are according to the earlier example you said, if you are the kind of person who goes beside your alive father who is reading the daily newspaper, and if you cry out when your father is beside you saying that my father died, then you should be a great hypocrite, or you should be a good actor. But dear brothers, Jesus, we should remember the death and the resurrection of our Lord Jesus. This is our Lord Jesus Himself has commanded us to remember, and this is what we do in the Holy Communion through the Lord's Supper. But having said that, that should also be a moment of joy, because we should remember all the benefits that has come to us. So, dear brothers, the ball is in your court. You can decide how you want to behave with respect to that. എപ്പോഴും യേശുക്രിസ്തുവിന്റെ അവസാന വാക്കുകൾ ഓർക്കുക. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴമക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ? ദുഃഖിക്കാൻ കഴിയുമോ? എന്നാൽ ഇതാ, പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതെയായാൽ, ദൈവ സാന്നിധ്യം ഇല്ലാതെയായാൽ, വീണ്ടും ആ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ നാം ആത്മതപനം ചെയ്യണം ഉപവാസത്തിലൂടെ. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയോടെ, ദാവീദ് പറഞ്ഞതുപോലെ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, നിന്റെ ആത്മാവിനെ നിന്ന് എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിച്ച് ആത്മതപനത്തോടെ, ഉപവാസത്തോടെ, യേശു എന്നും എന്റെ കൂടെ ഇരിപ്പാൻ, ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ക്രിസ്തു എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ക്രിസ്തു പറയുന്നൊരു കാര്യം, എന്നെ അയച്ചവൻ എന്റെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും എന്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. എപ്പോഴെങ്കിലും എന്റെ മകനെ, എന്റെ പിതാവ് ക്രിസ്തേശു നിന്നെ ഏകനായി വിടുന്നു എന്ന് കണ്ടാൽ, എപ്പോഴാണ്? പാപം ചെയ്യുമ്പോൾ ആ ദൈവസന്നിധി നഷ്ടപ്പെടും. അങ്ങനെ കണ്ടാൽ തിരികെ ആ ഒരു പ്രാണവേദനയോടെ, ഉപവാസത്തോടെ, ആത്മതപനത്തോടെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടുകൂടെ വരിക. നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം തിരിച്ചു ലഭിപ്പാൻ ഇതാ പ്രിയമകനെ, പ്രിയമകളെ, നിന്നെ ദൈവം ഉപദേശിക്കുകയാണ് ആത്മതപനത്തോടെ. അപ്പാ, ഞാനിത് വാല്യൂ ആക്കുന്നു. ഒരു ദിവസത്തെ എന്റെ ഫുഡ്, ഒരു നേരത്തെ എന്റെ ഫുഡ് ഞാനിത് മാറ്റിവെക്കുന്നു. ഒരു ദിവസത്തെ ഞാൻ മാറ്റിവെക്കുന്നു, 3 ദിവസത്തെ ഞാൻ മാറ്റിവെക്കുന്നു, ഒരാഴ്ചത്തെ ഞാൻ മാറ്റിവെക്കുന്നു. എനിക്ക് വേണ്ടത് വേറൊന്നുമല്ല, അങ്ങയോട് കൂടെയുള്ള ഒരു ജീവിതമായി എനിക്ക് വേണ്ടത്. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മതാപനത്തോടെ നമുക്ക് യേശുവെ അനുഗമിക്കാം. അല്ലാതെ പാരമ്പര്യ ആ സമ്പ്രദായ പ്രകാരം അവർ കണ്ണുകൊണ്ട് അവർ കുരുടന്മാരായി പലപ്പോഴും മൂവ് ചെയ്യുമ്പോൾ, പ്രിയ കുഞ്ഞുങ്ങളെ, അതിലേക്കല്ല നാം മൂവ് ചെയ്യേണ്ടത്. പകരം ഇതാ നമ്മുടെ ക്രിസ്തു എന്നേക്കും നമ്മൾ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ക്രിസ്തുവോട് ചേർന്ന് നമുക്ക് സന്തോഷിക്കാം. അതാണ് നമ്മുടെ അപ്പന്റെ ആഗ്രഹം. ആ ക്രിസ്തുവെ അനുഗമിച്ച് നമുക്ക് ജീവിക്കാം. ഓരോ നിമിഷവും ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ, അതുവഴി സ്വർഗീയ പിതാവിന്റെ മാറിൽ അണയുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. So, dear brothers, remember the last verse of our Lord Jesus, "Lo, I am with you even to the end of the age." So you can see that in Matthew 9, Jesus himself says, "Attendant of the bridegroom cannot mourn as long as the bridegroom is with them." So you can see that normally you should be in a state of joy when you are with our Lord Jesus. But there are times when, due to sin, we will lose our glory, we will lose our the presence, lose our connection with God. At that point of time, we should fast in self-denial. We should be fully committed and tell to our Father that we are willing to fast for a meal or more meals or more days, as long as I am able to live in your presence and enjoy your presence.
So remember, dear brothers, as long as you are in the presence of our Lord, this our Heavenly Father wishes that we be happy and happy in the presence of in His presence. But if for some reason for due to sin, if we are losing that presence, losing the connection, then we should fast and try to get back into that presence. So, dear brothers, please remember that. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം കേട്ടു, നാം മനസ്സിലാക്കി. എല്ലാ കണ്ണുകളും അടയട്ടെ. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നാം ദുഃഖിക്കാൻ ഉള്ള രണ്ട് പ്രധാന കാരണങ്ങൾ. ഒന്ന്, യേശു മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ആ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു, എന്നേക്കും ജീവിക്കുന്നു. ഇന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ കൈവശം ഉണ്ട് എന്ന വിശ്വാസമില്ല. യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എന്നേക്കും ഞാൻ നിങ്ങളോട് കൂടെ. നമ്മുടെ ആത്മമണ്ഡലത്തിൽ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. അന്നും ഇന്നും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അന്ന് യേശു നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് ഒരു ഭൗതിക ശരീരമുള്ള വ്യക്തിയായി. എന്നാൽ ഇന്ന് യേശു നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മശരീരമുള്ള വ്യക്തിയാണ്. ഈ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പലരും ദുഃഖിക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം നമ്മൾ കേട്ടു, യേശുവിന്റെ മരണത്തിലൂടെ പല ബെനിഫിറ്റുകൾ യേശു ക്രിസ്തുവിനും നമുക്കും ഉണ്ടായി. ആ ബെനിഫിറ്റുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ദുഃഖിക്കാനുള്ള രണ്ടാമത്തെ പ്രധാന കാരണം. എന്നാൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഈ സത്യത്തെ നമ്മുടെ മുമ്പിൽ വിളിച്ചറിയിച്ചു. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാണ്. ഇന്ന് കർത്താവ് സ്വതന്ത്രമാക്കിയവർക്കായി സ്തോത്രം. കർത്താവ് സ്വതന്ത്രമാക്കാൻ പോകുന്നവർക്കായി സ്തോത്രം. ഇനിയും കുരുടന്മാരായി ജീവിക്കാതെ, ഇനിയും കോടി തുണിക്കണ്ടം പഴയ തുണിക്കണ്ടത്തോട് ചേർത്ത് തുന്നാതെ, ഇനിയും പുതിയ വീഞ്ഞു കൊണ്ടുപോയി പഴയ തുരുത്തിയിൽ ഒഴിക്കാതെ, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ഒഴിച്ച് ഭദ്രമായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആരെയൊക്കെ ഈ ശബ്ദ കാഴ്ചവൃതിയിൽ ഈ വചനത്തിന്റെ തണലിലേക്ക് കൊണ്ടുവരുന്നു അവരെ സഹായിക്കട്ടെ. അതിനായി ജനത്തെ അനുഗ്രഹിച്ചു. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ, ഇരുളടഞ്ഞ ഈ തലമുറയുടെ നടുവിൽ, വെളിച്ചമില്ലാത്ത ഈ തലമുറയുടെ നടുവിൽ ഈ ലോകത്തിന്റെ വെളിച്ചമായി മനുഷ്യർക്ക് പ്രകാശം കൊടുക്കുന്നവരായി ജീവിപ്പാൻ ഈ മക്കളെ ദൈവം ഒരുക്കട്ടെ. അതിനായി ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ തേജസ്സും പ്രിയ മക്കളെ നിങ്ങൾ ഏവരോടും കൂട്ടായിരിക്കട്ടെ. ഈ വചനങ്ങളിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതാണ്. ദൈവകരങ്ങളിലേക്ക് സകലം സമർപ്പിക്കുന്നു. രോഗികളായി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അപ്പാ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൗഖ്യം ക്രിസ്തേശ്വരോട് ഞങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ഭാഗങ്ങൾ, വേദനയുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ചാണ് ഇതാ ദൈവത്തിന്റെ സൗജന്യ കൺസൾട്ടേഷൻ ഫീ ഇല്ലാത്ത സൗജന്യ ആ പരിഹാരം ഇതാ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇതിന്റെ യേശു ക്രിസ്തുവിന്റെ അടിപ്പണക സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾക്ക് തന്ന സൗഖ്യം ഈ മക്കളുടെ മേൽ വിശ്വാസ കരം വെച്ചിരിക്കുന്ന ഏത് വ്യക്തിയുണ്ടോ അവിടെ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുക, സൗഖ്യം പ്രാപിക്കുക. ആ രോഗാത്മാവ് കരമെടുക്കുക. യേശുവിൻ നാമത്തിൽ കരമെടുക്കുക. വേദന യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. പരിപൂർണ സൗഖ്യം മക്കളുടെ ജീവിതത്തിൽ കൽപ്പിക്കുക. യേസ് ആ ശ്വാസം മുട്ട് വിട്ടുമാറട്ടെ. പരിപൂർണ സൗഖ്യം കൽപ്പിക്കുന്നു. ഉറക്കമില്ലാതെ രാത്രി കിടക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമാധാനം കൽപ്പിക്കുന്നു. സ്വസ്ഥതയോടുകൂടിയുള്ള ഉറക്കം കൽപ്പിക്കുന്നു. സ്വർഗീയ പിതാവെ കൊടുത്ത വിടുതലുകൾക്കായി നന്ദി. കുടുംബ സമാധാനമില്ലാത്ത വ്യക്തികൾക്ക് ദൈവത്തിന്റെ സമാധാനം കൽപ്പിക്കുന്നു. സർവമഹത്വം പിതാവെ ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. എന്റെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിരിച്ചു കാണിച്ചു.
ഇതാ നിങ്ങൾ ഈ വചനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ എന്ന് നോക്കിയിട്ട് തീരുമാനമെടുത്താട്ടെ, അതനുസരിച്ച് ജീവിതം നയിച്ചാട്ടെ. നിങ്ങൾ എന്തു വിതയ്ക്കുന്നുവോ അത് തന്നെ കൊയ്യും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത മെയ് മാസത്തെ റിട്രീറ്റ് മറക്കരുത്. നമ്മൾ പ്രവർത്തിച്ചോളണം. സോൾസ് നമ്മളിലൂടെ വരണം. ഹല്ലേലൂയ. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരെ സോളുകളെയും കൂടെ നേടുവാനുള്ള കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് മിണ്ടാതിരിക്കരുത്, പ്രവർത്തിക്കണം. ഹല്ലേലൂയ. പ്രവർത്തിക്കണം. ദൈവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നാളെ പ്രഭാതത്തിൽ സഭായോഗമായിട്ട് വന്നിട്ട് നമുക്ക് പരസ്പരം കാണാം. ഗ്ലോറി ടു ഗോഡ്. താങ്ക് യു വെരി മച്ച്.